നിസ്കാര ബാത്തുല ഉടങ്കത്തെ റൂപ്പ വിശദീകരിച്ചുകൊണ്ടുള്ളേ കരുതി കൂട്ടിയിട്ടും മറന്നിട്ടും ആക്കിയിട്ടുണ്ടെങ്കിൽ നിസ്കാര ബാത്തിലാവുടതും കരുതി കൂട്ടിയിട്ടുണ്ടെങ്കിൽ മാത്ര മറന്നിട്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിസ്കാര ബാത്തിലാവാത്ത റൂപ്പ ഇന്നലത്തോലെ വിശദീകരിച്ച ഇനി മാ പീഹി തഫ്സീലുൻ ചില കാര്യം അതിൽ വിശദീകരണമുണ്ട്. അങ്ങനത്തെ വിഷയ ഒന്ന് തർക്കു റുക്നിൻ മിൻ അർക്കാനിഹ നിസ്കാരത്തെ 14 ഫറളില് ഏതെങ്കിലും ഒരു ഫറള് മാത്രം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിസ്കാര ബാത്തിലാവുടു. ഇനി ഫലൗ തറക്കൻ നിയ്യത്ത ഔ തക്ബീറത്തുൽ ഇഹ്റാം ഒരാള് നീയത്ത് ഇല്ലണ്ടെങ്കിൽ തക്ബീറത്തുൽ ഇഹ്റാമോ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അംദൻ ഔ സഹിവൻ കരുതി കൂട്ടിയിട്ട് അല്ലണ്ടെങ്കിൽ മറന്നിട്ട് കരുതി കൂട്ടിട്ട ഒരാള് നീയത്ത് അല്ലണ്ടെങ്കിൽ തക്ബീറത്തുൽ ഇഹ്റാം അള്ളാഹു അക്ബർ ചൊല്ലെങ്കിൽ തക്ബീറത്തുൽ ഇഹ്റാമോ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ലം തൻഅഖിദ് സ്വലാത്തുഹു അവന്റെ നിസ്കാരമേ സഹിയാവില്ല. കാരണം അവിടെ നിസ്കാരമേ അല്ല. കാരണം നിയത്ത് ഇന്നുണ്ടെങ്കിൽ മാത്രമല്ല നിസ്കാരാവിടെ. നിയത്ത് വെച്ചിട്ടില്ലെങ്കിൽ നിസ്കാരാവില്ലല്ലേ. ഏതൊരു കാര്യത്തിനും നിയത്ത് വേണോ. നിയത്തില്ലണ്ടെങ്കിൽ ആ കാര്യ ആവില്ല. ഇനി വൈൻ തരക്ക ഗൈറഹുമ നീയത്തും തക്ബീറത്തുൽ ഇഹ്റാമോ അല്ലാത്ത ഏതെങ്കിലും ഒരു ഫറള് ആരെങ്കിലും അംദൻ കരുതി കൂട്ടിയിട്ട് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ബത്വലത്ത് നിസ്കാര ബാത്തിലാവും. ഒരാൾ കരുതി കൂട്ടിയിട്ട് റുക്കൂ വിട്ടുപോയിട്ട് അല്ലെങ്കിൽ സുജൂദ് വിട്ടുപോയിട്ട് അല്ലെങ്കിൽ ഫാത്തിഹ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിസ്കാര ബാത്തിലാവും. ഔ തറക്കഹു സഹിവൻ ഇല്ലെങ്കിൽ ഒരാൾ മറന്നിട്ട് വിട്ടുപോയി എന്നെങ്കിൽ പല നിസ്കാര ബാത്തിലാവില്ല. ഇൻ തദാരക്കഹു അതിൽ വീണ്ടെടുത്തിട്ടുണ്ടെങ്കിൽ ഉദാഹരണക്ക് ഇപ്പൊ ഒരാൾ ഫാത്തിഹ മറന്നിട്ടാകുമ്പോഴത്തേക്ക് ഓർമ്മ അവിടെ റുക്കൂലയച്ചിക്കിട് അവൻ ഫാത്തിഹ ഓതിട്ടില്ലല്ലേ എന്നുണ്ടെങ്കിൽ വേഗം നൃത്തത്തിക്ക് പോയിട്ട് ഫാത്തിഹ ഓതിട്ട് പിന്നെ റുക്കൂക്ക് പോണു. ഇല്ലെന്നെങ്കിൽ സുജൂദിൽ ഓർമ്മ അവിടെ ഒരാൾക്ക് ഫാത്തിഹ ഓതിട്ടില്ലിട്ട് എന്നെങ്കിൽ സുജൂദിലെ വേഗ നൃത്തത്തിക്ക് പോയിട്ട് അവിടെ നിന്നിട്ട് ഫാത്തിഹ ഓതിട്ട് പിന്നെ റുക്കൂ പോയിട്ട് എഴുത്തിദാല് പോയിട്ട് പിന്നെ സുജൂദിക്ക് പോണു. ഇല്ലെണ്ടെങ്കിൽ ഒരാൾക്ക് ഓർമ്മ പണ്ട് ഫാത്തിഹ ഓതിട്ടില്ല ചൊല്ലത് രണ്ടാമത്തെ നൃത്തത്തിക്ക് വന്നിട്ടായിട്ട് എന്നിട്ട് ഫാത്തിഹം ഓതിയിട്ടുണ്ടെങ്കിൽ ഫാത്തിഹ ഓതിട്ടുള്ള അപ്പയിട്ട് ഓർമ്മ പണ്ട് ഒന്നാമത്തെ റക്അത്തിൽ ഫാത്തിഹ ഓതിട്ടില്ലല്ലേട്ട് എന്നുണ്ടെങ്കിൽ ഫാത്തിഹ അല്ലാത്ത ഏതെങ്കിലും ഒരു ഫറള് അത് എടുത്ത പണ്ട് മുന്നോളുണ്ടായെങ്കിൽ വേഗം അതിക്ക് റിട്ടേൺ മടങ്ങണോ. അല്ലെണ്ടെങ്കിൽ രണ്ടാമത്തെ റക്അത്ത് അത് പോലോത്തത് എടുത്തു വന്നിട്ടുണ്ടെങ്കിൽ അത് ഒന്നാമത്തെ റക്അത്തായിട്ട് ആ റക്അത്തായിട്ട് കണക്ക് കൂട്ടും. ഇനി ബാക്കി അവന് നിസ്കാരത്തിൽ പിന്നെ ഒരു റക്അത്തും കൂടി അവൻ നിസ്കരിക്കണം. ഒരാള് ഉദാഹരണക്ക് ഇപ്പൊ ഫാത്തിഹ വിട്ടിട്ട് രണ്ടാമത്തെ റക്അത്തിലായിട്ട് ഓർമ്മ വേണ്ട ഫാത്തിഹ ഓതിട്ടില്ലാണ്ട് ഫാത്തിഹ കംപ്ലീറ്റ് രണ്ടാമത്തെ റക്അത്തിൽ ഫാത്തിഹ കംപ്ലീറ്റ് ആക്കിയില്ലേ എന്നുണ്ടെങ്കിൽ ഇനി ആക്കേണ്ടത് ബാക്കിയുള്ള നിസ്കാരത്തിൽ കണ്ടിന്യൂ ആക്കുന്നു. പിന്നെ നിസ്കാരത്തിൽ പിന്നെ ഒരു റക്അത്തും കൂടി എടുത്തു പറഞ്ഞു. കാരണം ഒന്നാമത്തെ റക്അത്തിൽ ഫാത്തിഹ ഓതിട്ടില്ലല്ലേ, അത് ഒരു റക്അത്തായിട്ട് കണക്ക് കൂട്ടില്ലേ. അതുകൊണ്ടോ ഇനി ഒരാൾ അത് എടുത്തു വന്നിട്ടില്ലെങ്കിൽ നിസ്കാരമേ ബാത്തിലാവും. രണ്ടാമത്തേത് ഇഖ്ലാലു ശർത്തിൻ മിൻ ശുറൂത്തിഹ നിസ്കാരത്തെ ഷർത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു ഷർത്തിൽ അബദ്ധം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഫലോ അഖല്ല ബിശറത്തിൻ ഷർത്ത് നിസ്കാരത്തെ 5 ഷർത്തിൽ ഏതെങ്കിലും ഒരു ഷർത്തിൽ അബദ്ധം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ബത്വലത്ത് സ്വലാത്തുഹു നിസ്കാരമേ ബാത്തിലാവൂ. ലാക്കിൻ എന്നെങ്കിലും ലൗ അസ്വാബഹു നജസുൻ ലാ യുഅഫ അൻഹു ഒരാൾ നിസ്കരിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്കു ഒരു നജസ് വന്നിട്ട് പോന്നു. നജസ് വന്നു പോകുന്നുണ്ടെങ്കിൽ കാക്ക പാരിയോണ്ട് പോയിട്ട് പിന്നെ തൊപ്പിക മുണ്ടാസുക ഇല്ലെങ്കിൽ ടൂവലക ചട്ട എവിടെയെങ്കിൽ തൂരി പോയിട്ട് അത് കഫു ഇല്ലല്ലേ. ഇല്ലുണ്ടെങ്കിൽ ഒരു ചത്തിട്ട് ഒരു ജീവി മേലെ പോന്തു അത് തടിയിലുണ്ട്, ബാക്കി തടിയിലെ ഉണ്ടത് എന്നുണ്ടെങ്കിൽ ആ ടൈമിൽ നിസ്കാരം ബാക്കിലോടും. അതോടുകൂടെ നജസോടുകൂടെ നിസ്കരിച്ച നിസ്കാരം സഹിയാവില്ലേ. ഇനി ഒരാള് അങ്ങനെ മാത്രം സംഭവിച്ചിട്ട് കാക്ക മാത്രം തൂരിത്ത് തൊപ്പിക ഇല്ലെങ്കിൽ തല കെട്ടുക ടവലുക ഇല്ലെങ്കിൽ ഒരു ജീവി ചത്തിട്ട് പോന്തു വദഫഉ ഹാലൻ അപ്പം അതിലെന്താക്കിയിട്ട് എടുത്തെറിഞ്ഞിട്ട്
ഒരാള് തൊപ്പിക്ക് കാക്ക വന്ന് തൂരിത്ത് എന്നിട്ട് തൊപ്പി അപ്പം ഒരാള് വലിച്ചിട്ട് കീലിട്ടിത്ത് ഇല്ല തലയെ കെട്ടെടുത്തിട്ട് കീലിട്ടിത്ത്. അതേപോലെ ഒരു പക്ഷി ചത്തിട്ട് വന്നിട്ട് പോന്നു എന്നിട്ട് അതിന് പിടിച്ചിട്ടുണ്ടെങ്കിൽ പോയിട്ട് അത് പിടിച്ചു നോക്കുമ്പോ ഇത് നിസ്കാര ബാത്തിലോടും പിടിക്കാണ്ട് അതിന് തട്ടിട്ട് ഒരാൾ തട്ടിയെടുത്തിട്ട് എന്നുണ്ടെങ്കിൽ ഫലാത്തബുത്തുലു നിസ്കാര ബാത്തില് ആവില്ല. ഒരാളില് ഡ്രസ്സുക നജസ്സായി പോയിട്ട് അപ്പു ഇല്ലാത്ത നജസ് എന്നുണ്ടെങ്കിൽ അതേ ടൈമുള്ള അയാളെതിരെ ഊതിട്ട ഇല്ലുണ്ടെങ്കിൽ തട്ടിയെടുത്തിട്ട് കീഴിട്ടിട്ട് അപ്പൊ തടിയിൽ ഇപ്പൊ ഇവിടെ നജസ് ഇല്ലാണ്ടായിട്ട് എന്നുണ്ടെങ്കിൽ നിസ്കാര ബാത്തിലാവൂല്ലേ. ഫയുൽഖി തൗബ ഇൻകാന റത്തുബൻ അത് വടങ്ങിയതുണ്ടെങ്കിൽ റത്തുബൻ ചണ്ടിയുള്ളതുണ്ടെങ്കിൽ ആ ഡ്രസ്സിന് അപ്പമേ കീലിട്ടെങ്കിൽ. അതേപോലെ ഉദാഹരണം ഇപ്പൊ തൊപ്പിയില്ല ടവാല് ഒരാളുടെ ടവലുണ്ട് ആ ടവാലിക്ക് കാക്കത്തൂരി ഉണ്ടെങ്കിൽ അത് ചണ്ടിക്കറല്ലേ ചണ്ടിന്നുണ്ടെങ്കിൽ ആ ടവാല് കീഴിട്ടെങ്കിൽ എന്നെങ്കിൽ നിസ്കാര ബാത്തുലാവില്ലേ. വയംഫുദുഹു ഇൻകാന യാബിസൻ ഇനി വടങ്ങിയത് ഒരു നജസ് ഡ്രസ്സിക്ക് വന്ന് പൂത്തു എന്നിട്ട് അതിൽ ഊതിയുണ്ടെങ്കിൽ വടങ്ങിയതുണ്ടെങ്കിൽ ഊതിയുണ്ടെങ്കിൽ ബുള്ളല്ലേ അത് പിടിച്ചിട്ട് കീഴിട്ടുണ്ടെങ്കിൽ നിസ്കാര ബാത്തുലാവോട് പിടിക്കോ തീറ വില മസ്സിൻ പിടിക്കാണ്ടതിര് ആ നജസ്സിനെ പിടിക്കാണ്ട് ഊതിട്ടാ തട്ടിട്ടാ കീലിടണോ എന്നെ നിസ്കാര ബാത്തുലാവില്ലേ. വല ഹംലിം ബിയദിഹി കൈ കൊണ്ടതിൽ ചുമക്കണു കുത്തീറ പിടിക്കണു കുത്തീറ പിടിച്ചിട്ടുണ്ടെങ്കിൽ നിസ്കാര ബാത്തുലാവോടു പ്രത്യേകം ശ്രദ്ധിക്കാനെങ്കിൽ വിഷയിട്ടിക്കും. വക്കത അതേപോലെ ലൗ കശഫ ഔറത്തഹോ റീഹൻ ഒരാളുടെ ഔറത്ത് കാത്തു മുഖേന ഓപ്പണായിട്ട് വെളിവായിട്ട് ഒരാൾ ഫാൻഡേറ്റില് മുണ്ടെടുത്ത് നിസ്കരിച്ചോണ്ട് ഇല്ലെങ്കിൽ പുറത്ത് നല്ല കാത്ത് പണ്ടെങ്കിൽ ജാഗില് ഒരാൾ മുണ്ടെടുത്തിട്ട് നിസ്കരിച്ചോണ്ടുണ്ടു ആ ടൈമിലേറ്റിക്കറ് ആ കാത്തു മുഖേന ഔറത്ത് വെളിവായിട്ട് ഔറത്ത് എന്തിനാ മുട്ടരണ്ട് മേല് ഓപ്പൺ ആയിട്ടുണ്ടെങ്കില് ഫസതറഹ അപ്പമേ അയാൾ ഔറത്തിനെ മറിച്ചിട്ട് ഫിൽഹാലി അതേ അവസ്ഥയില് ഔറത്തിനെ മറച്ചിട്ടുണ്ടെങ്കിൽ ലം തബുത്തുൽ നിസ്കാരം ബാത്തുൽ ആവില്ല. നേരെ മറിച്ചിട്ട് ഒരാൾ നിസ്കരിച്ചോണ്ടുണ്ട് ആ ടൈമിലേറ്റിക്കടെ മുണ്ടു കാത്തു മുഖേനമാ ഇല്ലെങ്കിൽ വേറെ എന്തും കാരണം കൊണ്ട് മുണ്ടു കിൽബൂന്തു ഇനി പറക്ക് പോയിട്ട് ഉടുത്തുണ്ടെങ്കിൽ നിസ്കാരം ബാത്തിലോട് ചൊമ്മനക്കാവോടും ഔറത്ത് വെളിവായന്റെ നിസ്കാരം സയ്യാലോ ബാത്തിലാവോടും. ഇപ്പൊ ഒരാളില് ഔറത്ത് വെളിവായുണ്ടെങ്കിൽ അപ്പമേ മറിച്ചിട്ടുണ്ടെങ്കിൽ നിസ്കാര ബാത്തിലാവില്ല. ഇനി അത് ചമ്മനാര ഓപ്പണിൽ നിന്നുണ്ടെങ്കിൽ നിസ്കാര ബാത്തിലാവോടു. നിസ്കാരത്തെ ഷർത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു ഷർത്തുക്ക് അബദ്ധം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിസ്കാര ബാത്തിലാവോടും. ഇനി മൂന്നാമത്തേത് അന്നതുക്ക് ബി ഹർഫൈനി ഔ ബി ഹർഫി മുഫ്ഹിമിൻ രണ്ട് അക്ഷരമാ അറബിയിൽ രണ്ട് അക്ഷരമാ അല്ലെണ്ടെങ്കിൽ അർത്ഥം ഉള്ളെങ്കിത്തെ ഒരു അക്ഷര ഉച്ചരിച്ചിട്ടുണ്ടെങ്കിൽ നിസ്കാര ബാത്തിലാവോടും. മിൻ ഗൈരി ഖുർആനിൻ വദിക്കിരിൻ വദുആയിൻ ദിക്ർ ഖുർആൻ അല്ലാത്തത് ഖുർആന്റേതായത് ഖുർആൻ ഉണ്ടായെങ്കിൽ ആ ദിക്റായെങ്കിൽ ആ ദുആയിണ്ടെങ്കിൽ തൊന്തരയില്ല നിസ്കാര ബാത്തിലാവില്ല. ഒരാള് തുമ്പിളിച്ചിട്ട് അപ്പൊ അൽഹംദുലില്ലാണ്ട് ചൊന്തോ എന്നെ നിസ്കാര ബാത്തിലാവില്ല കാരണം ദിക്റല്ലേ. അതെ ദിക്ർ ദുആ ഖുർആൻ അല്ലാത്തതുണ്ടായെങ്കിൽ ഒരക്ഷര അർത്ഥമുള്ളെങ്കിൽ ഒരക്ഷര ഇല്ലെങ്കിൽ അർത്ഥം ഇല്ലാത്തെങ്കിൽ രണ്ട് അക്ഷര ഒരാൾ ഉച്ചരിച്ചിട്ടുണ്ടെങ്കിൽ നിസ്കാര ബാത്തിലോടും. ഇത് അറബി അല്ലാത്ത ഭാഷ ഉണ്ടെങ്കിൽ എന്തായാലും നിസ്കാര ബാത്തിലോടും. ഖുർബത്തിൻ തതവഖഫു അലൽ ലഫ്ളി ബിലാ തഅലീഖിൻ ഇല്ലെണ്ടെങ്കിൽ ഒരു പദത്തിമേല് ബന്ധിക്കാത്ത രൂപത്തിലുണ്ടെങ്കിലും നിസ്കാര ബാത്തിലാവില്ല. അറബിയിൽ ബന്ധിക്കാത്ത രൂപത്തിൽ അയച്ചിക്കണം. ബന്ധിക്കരെ ചെന്നുണ്ടെങ്കിൽ ഉദാഹരണക്ക് ഒരാള് അവന് ಬಂದಂಟಾയെങ്കിൽ ಅವನಿಗೆ ನಾನು 1000 ರೂಪಾಯಿ കൊടുക്കൂടെ അവന് ಬಂದಂಟಾയെങ്കിൽ ചൊല്ലെങ്കിൽ ഒരു കണ്ടീഷൻ ഒരു നിബന്ധന അവിടെ വെച്ചിട്ടുണ്ടായെങ്കിൽ പദപ്രയോഗ അറബിയില് എന്നുണ്ടെങ്കിൽ നിസ്കാര ബാത്തിലാവോടും. കാരണം അവിടെ ഒരു ബന്ധിക്കൽ ഉണ്ടായിട്ട് അതുകൊണ്ടായിട്ടിക്കരുത്. വല ഹിതാബിൻ അതേപോലെ ഹിതാബും ഉണ്ടാവണക്ക് തീറ നിസ്കാരത്തില്. ഉദാഹരണം ഒരാൾ തുമ്പിളിച്ചിട്ട് അൽഹംദുലില്ലാണ്ട് ഞന്തു എന്നാൽ നിസ്കാര ബാത്തിലാവില്ല. പിന്നെ ഓർത്ത് അത് കേട്ടെങ്കിൽ ഒരാൾ റഹ്മക്കുമുല്ലാ എന്നിട്ട് ചൊന്നുണ്ടെങ്കിൽ കാരണം അവിടെ ഒരു ഹിതാബായിട്ട് ആ തുമ്പിളിച്ചെങ്കിത്തെ ആൾക്ക് ഹിതാബ് ഇട്ടതുപോലെ ആയിട്ട് കാരണം അയാൾക്ക് പിന്നെ ഒരു ദ്വാരന്നത് പോലെ ആയിട്ട് എന്നെങ്കിൽ റഹ്മക്കുമുല്ലാന്ന് ചൊന്നുണ്ടെങ്കിൽ നിസ്കാര ബാത്തിലാവോടും. ഇനി ഈ അക്ഷര ബണ്ടത് അർത്ഥമില്ലെങ്കിൽ ഒരക്ഷര ഇല്ലെങ്കിൽ രണ്ടക്ഷര ഒലൗഫി തനഹ്നുഹിൻ ഒരാള് തൊണ്ട ഇങ്ങനെ അനക്കിയുണ്ടോ തൊണ്ട അനക്കുമ്പത്തുക്കോ അങ്ങനത്തെ പദബന്ത്
എന്നെങ്കിലും നിസ്കാര ബാത്തിലാവടൂ. സ്വാലിൻ ഇല്ലെങ്കിൽ ചുമക്കൽ മുഖേന അങ്ങനത്തെ അക്ഷര ബന്ധുണ്ടെങ്കിലും ഓ ബുക്കോ ഇൻ ഇല്ലെങ്കിൽ ഒരാള് ബുൽപുടുമ്പത്തുകു അങ്ങനത്തെ ജണ്ടക്ഷര ബന്ത് ഇല്ലണ്ടെങ്കിൽ അർത്ഥമില്ലെങ്കിൽ ഒരക്ഷര ബന്ത്. ഓ അനീനിൻ ഇല്ലണ്ടെങ്കിൽ സേങ്കിട്ട് കാറി ബുൽപുട്ടവില്ലേ, ഒരാള് സേങ്കി ബുൽപുട്ട ഉണ്ടു എന്നുണ്ടെങ്കിൽ അത് മുഖേന അർത്ഥമില്ലെങ്കിൽ ഒരക്ഷരമായില്ല ജണ്ടക്ഷര ബന്ത് നിസ്കാര ബാത്തിലാവടൂ. അതേപോലെ മേ തുമ്പിളിച്ചെങ്കിൽ ഇല്ലെങ്കിൽ ചിരി മുഖേന ഇല്ലെങ്കിൽ ഊത്തു മുഖേന ഊതിത്ത് ഒരാള് ആ ഊതുമ്പത്തുക അർത്ഥമില്ലെങ്കിൽ ഒരക്ഷരമാ ഇല്ലണ്ടെങ്കിൽ ജണ്ടക്ഷര ബന്ധുണ്ടെങ്കിൽ നിസ്കാര ബാത്തിലാവൂ. ഇൻഷാ അല്ലാഹ് ഒന്നും കൂടി തെല്ല് വിശദീകരണം ബാക്കിയുണ്ടോ നിസ്കാര ബാത്തിലവിടെ ഉറപ്പ, അതും കൂടി 4 ലാസ്റ്റ് ആക്കിയിട്ട് 4 കലിവുന്ന ഇൻഷാ അല്ലാഹ് സ്വലാത്തു നഫ്ല് സുന്നത്ത് നിസ്കാരത്തെ സംബന്ധിച്ചിട്ട് ഇൻഷാ അല്ലാഹ് പഠിക്കാം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.